2020 ലോകകപ്പിന്റെ സൂപ്പറിൽ സിംബാബ്വെയെ തകർത്തിരിക്കുകയാണ് ഇന്ത്യ. 72 റൺസിന്റെ വമ്പൻ ജയമാണ് ആതിഥേയർ നേടിയത്. ആദ്യം ബാറ്റ് ഇന്ത്യ 4 വിക്കറ്റിന് 256 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ സിംബാബ്വെ 6 വിക്കറ്റിന് 184 റൺസാണ് നേടിയത്. വെസ്റ്റ് ഇൻഡീസിന് പിന്നാലെ ഇന്ത്യയുടെ തുറന്നതോടെ സിംബാബ്വെ സെമി കാണാതെ പുറത്തായി. ഗ്രൂപ്പിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക സെമി ഉറപ്പിക്കുകയും ചെയ്തു. ഇനി രണ്ടാം സ്ഥാനക്കാരായി ഇന്ത്യയോ വെസ്റ്റ് ഇൻഡീസോ സെമിയിലേക്ക് എത്തും. ഇതാരെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതോടെ മാർച്ച് 1 കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരം നോക്കൌട്ടായി മാറിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് ജയിക്കാനായാൽ സെമിയിലേക്ക് എത്താനാവും. എന്നാൽ മഴ മൂലം മത്സരം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നാൽ ഇന്ത്യ സെമി കാണാതെ പുറത്താകും. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റാണ് പ്രശ്നമായിരിക്കുന്നത്. 2 മത്സരത്തിൽ നിന്ന് ഓരോ ജയവും തോൽവിയുമാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും നേരിട്ടിരിക്കുന്നത്. എന്നാൽ നെറ്റ് റൺ റേറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയേക്കാൾ മുന്നിലാണ്. വെസ്റ്റ് ഇൻഡീസിന് 1.791 റൺ റേറ്റും ഇന്ത്യക്ക് -0.100 റൺ റേറ്റുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സരം ഉപേക്ഷിച്ചാൽ ഇന്ത്യയെ മറികടന്ന് വെസ്റ്റ് ഇൻഡീസിന് സെമിയിലെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മുകളിൽ ഇപ്പോഴും ആശങ്കകളുണ്ട്. ഇന്ത്യ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെമിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും എന്ന വിമർശനമാണ് ഉയരുന്നത്. സിംബാബ്വെക്കെതിരെ നെറ്റ് റൺ റേറ്റിനെ കുറിച്ച് ചിന്തിക്കാത്ത നീക്കമാണ് സൂര്യകുമാർ നടത്തിയതെന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. സിംബാബ്വെക്കെതിരെ 100-ലധികം റൺസിന്റെ ജയം നേടാനുള്ള അവസരം ഇന്ത്യക്കുണ്ടായിരുന്നു. 256 റൺസ് എടുത്ത ഇന്ത്യ ജയം നേടുമെന്ന് ഉറപ്പിച്ചാണ് കളിച്ചത്. ഫീൽഡിങ്ങിലടക്കം വലിയ അലസത ഇന്ത്യ കാട്ടി. സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെയെ ഉപയോഗിച്ചതാണ് എല്ലാവരെയും ചൊടിപ്പിച്ചത്. 2 ഓവറിൽ 46 റൺസാണ് ദുബെ വഴങ്ങിയത്. ഇതിൽ 2 നോബോളും 4 വൈഡും ഉൾപ്പെടും. ഹർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും ഓരോ ഓവറുകൾ ബാക്കി നിൽക്കുമ്പോഴും സൂര്യകുമാർ അവസാന ഓവറിൽ ശിവൻ ദുബെയെ പന്തേൽപ്പിച്ചു. സിംബാബ്വെയെ പരമാവധി ചെറിയ സ്കോറിലേക്ക് ഒതുക്കിയിരുന്നെങ്കിൽ നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യക്ക് ഗുണകരമായി മാറുമായിരുന്നു. എന്നാൽ ഇത്തരമൊരു ശ്രമം സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വമ്പൻ ജയമെന്ന ലക്ഷ്യത്തോടെ ആക്രമണോത്സവ ബോളിംഗോ ഫീൽഡിങ്ങോ ചെയ്യാൻ ഇന്ത്യക്കായില്ല. ഇന്ത്യൻ ക്യാപ്റ്റൻ വമ്പൻ ജയത്തിനായി ശ്രമിക്കാതിരുന്നത് സെമി സദികളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിന് മഴ ഭീഷണിയില്ല. വൈകിട്ട് 25-26 ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യാൻ സാധ്യതകളില്ല. എന്തായാലും വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് ജയിക്കാനായാൽ സെമിയിലെത്താം, അല്ലെങ്കിൽ കരക്കിരുന്ന് ബാക്കി മത്സരങ്ങൾ കാണേണ്ടി വരും. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും 2 തവണ വീതം 2020 ലോകകപ്പ് കിരീടം നേടിയ ടീമുകളാണ്. ഇത്തവണ 2 ടീമും മികച്ച താരസമ്പത്തോടെയാണ് കളിക്കുന്നതും. കൊൽക്കത്തയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഭാഗ്യം ആരെ തുണക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. 2020 ലോകകപ്പിലെ നേർക്കുനേർ കണക്കിൽ ഇന്ത്യയേക്കാൾ മുൻതൂക്കം വെസ്റ്റ് ഇൻഡീസിനുണ്ട്. ഇതിനു മുമ്പ് 4 തവണയാണ് ഇരു ടീമും 2020 ലോകകപ്പിൽ നേർക്കുനേർ എത്തിയത്. ഇതിൽ 3 തവണയും ജയം വെസ്റ്റ് ഇൻഡീസിനായിരുന്നു. 1 തവണയാണ് ഇന്ത്യക്ക് ജയിക്കാനായത്. ഈ കണക്കുകൾ ഇന്ത്യക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെയെ തോൽപ്പിച്ചെങ്കിലും സൗത്ത് ആഫ്രിക്കയോട് തോറ്റു. സൗത്ത് ആഫ്രിക്കയോട് ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയെ മറികടന്ന സെമിയിലെത്താൻ വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുമായിരുന്നു. എന്തായാലും കൊൽക്കത്തയിലെ മത്സരഫലം നിർണായകമാവുമെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ ഭാഗ്യ മൈതാനമാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ്. 2018 കണക്കുകൾ നോക്കുമ്പോൾ ഒരു T20 മത്സരം പോലും ഇന്ത്യ ഇവിടെ തോറ്റിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. 2018 മുതൽ 4 തവണയാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ കൊൽക്കത്തയിൽ നേരിട്ടത്. ഈ 4 മത്സരത്തിലും ജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നത് ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യമാണ്. അവസാനമായി 2012 ഫെബ്രുവരി 20 ഇന്ത്യ വിൻഡീസിനെ കൊൽക്കത്തയിൽ നേരിട്ടത്. ഈ മത്സരത്തിൽ 17 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. എന്നാൽ നിർണായക മത്സരത്തിൽ വിൻഡീസിനെ തോൽപ്പിക്കാൻ ഇന്ത്യക്കാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.